ഇന്ന് മാമ്പഴം സീസൺ അങ്ങനെ തീർന്നുകൊണ്ട് ഏതാണ്ടിരിക്കുമല്ലേ. അപ്പൊ ഞങ്ങള് മാമ്പഴത്തിന്റെ പൾപ്പ് കുറച്ചെടുത്തായിരുന്നു. നമ്മുടെ നെടുശാല മാങ്ങയുടെ കേട്ടോ. ആ മാങ്ങയുടെ പൾപ്പ് എടുത്ത് വെച്ചിരുന്നതാണ്. ആ പൾപ്പും അല്പം പാലും ഷുഗറും ഇച്ചിരി കോൺഫ്ലവറും കൂടെ ചേർത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. കോൺഫ്ലവർ ഈ ട്രേയിൽ ഉൾക്കൊള്ളാനുള്ളതേ ഉള്ളൂ. ട്രേ അല്ല, ബൗളിൽ അത്രേ ഉള്ളൂ. പിന്നെ വേറെ പാത്രത്തിൽ ഉണ്ടാകാനുണ്ടെങ്കിൽ വേറെ പാത്രം എടുക്കാം. ഇതിപ്പോ നെയ്യ് പുരട്ടി വെച്ചേക്കണതാ. ഇത് വളരെ സിമ്പിൾ ആട്ടോ. അപ്പൊ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. പാല് പൾപ്പ് നമുക്ക് തുടങ്ങിയാലോ? ഞാൻ ഈ സ്റ്റീൽ കപ്പിന് തിളപ്പിച്ച് ആറിച്ച് 1/2 കപ്പ് പാലാണ് എടുത്തേക്കണത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഐസ്ക്രീമിനും ഇങ്ങനെയുള്ള എല്ലാ ഐറ്റത്തിനും തിളപ്പിച്ച പാൽ എടുക്കുള്ളൂ. തിളപ്പിച്ച് ആറിച്ച പാല്. അപ്പൊ അതിലേക്ക് നമുക്ക് കോൺഫ്ലവറിന്റെ പാക്കറ്റ് ഞാൻ തൂത്തതാ. ഒരു ഹീപ്പ് മതിയോ? പോരാ, ഇത് ആദ്യം ഇടുക, എന്നിട്ട് കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത്. വേറൊരു സ്പൂണിൽ എടുത്തു വെച്ചിട്ടുണ്ട് അവിടെ. ഒരു 1.5 ഉണ്ടാവും. 1.5 കഷ്ടി അല്ലേ? അത്രേ ഉള്ളു ഇതില്. അത് മതിയാവും. ഇത്രയല്ലേ നമ്മള് ചെയ്യണോളൂ. അത് നന്നായിട്ട് പാലിൽ മിക്സ് ചെയ്യുക. തിളപ്പിച്ച് ആറിച്ച പാലാകുമ്പോൾ പിന്നെ അത് പൊടി അങ്ങ് ലയിച്ച് പോക്കോളും. നമ്മൾ കസ്റ്റർഡ് പൗഡറൊക്കെ മിക്സ് ചെയ്യും പോലെ. ഒരിക്കലും തിളപ്പിച്ച് ചൂടോടുകൂടി അതിലേക്ക് ഒരു പൊടി ഇടരുത്. അപ്പോൾ പിരിപിരിവൂന്ന് കിടക്കും, ലയിച്ച് പോകൂല. ഇത് കണ്ടോ, ഇപ്പം പെട്ടെന്ന് തന്നെ ലയിച്ചത് കണ്ടോ. ഇനി നമുക്കിതേ മധുരം നന്നായിട്ട് വേണം. കാരണം തണുത്ത് കഴിയുമ്പോൾ മധുരം കുറയൂല ഫ്രിഡ്ജിലിരുന്ന്. അപ്പം നമുക്കിതിന് തൽക്കാലം 2 കൂമ്പന് അങ്ങ് ഇട്ടേക്കാം. കാരണം മാമ്പഴം നല്ല മധുരമുള്ളതാണ്, ഇങ്ങനെ പുളിപ്പുള്ള മാമ്പഴം അല്ല. ഇതിൻ്റെ സിറപ്പ് അല്ല, മാങ്ങയുടെ പൾപ്പൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മാങ്ങ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ പല സംഭവം നമുക്ക് ചെയ്യാം. പുഡിങ്, ഐസ്ക്രീം, ജ്യൂസ് അല്ലേ? പിന്നെ അതിൻ്റെ മാമ്പഴത്തിൻ്റെ എല്ലാ അങ്ങനെയുള്ള പരിപാടി നമുക്ക് ചെയ്യാം. പൾപ്പെടുത്ത് ശേഖരിച്ച് വെച്ചാൽ ഫ്രീസറിൽ വെച്ചാൽ മതി. നമുക്ക് ഈ പൾപ്പ് പാത്രത്തിലേക്ക് ഒഴിക്കാം. എന്ത് കോൺസെൻട്രേറ്റഡ് ആണെന്ന് നോക്കിക്കാം. ഒട്ടും വെള്ളം ചേർക്കാത്ത പൾപ്പട്ട. അത് നമുക്ക് കോൺഫ്ലോർ മിക്സ് ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചേച്ചിങ്ങി എടുക്കാം അല്ലേ? ജസ്റ്റ് മാംഗോ സ്ലൈസ് മിക്സിയിൽ വെള്ളം ചേർക്കാതെ അടിച്ചെടുത്ത് വെച്ചേക്കാണ് അല്ലേ? ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. അതാ ഇത്രയും കുറുകലുത് കണ്ടോ. 5-6 മാസം ഇരിക്കും. ഫ്രീസറിൽ വേണമെന്ന് മാത്രം, ഡീപ് ഫ്രീസറിൽ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഫ്രിഡ്ജിൽ വെച്ചാൽ കേടായി പോവായിരിക്കും. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പാല് ചേർക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്. വലിയവരുടെ സാന്നിധ്യത്തിൽ പിള്ളേർക്ക് വരെയും ചെയ്യാം അല്ലേ? അത്ര ഈസിയാണ്. നല്ല ടെക്സ്ചർ ആയിട്ട് കിട്ടുകയും ചെയ്യും. കറക്റ്റ് ആ പുഡിങ്ങിന്റെ ടെക്സ്ചറിൽ കിട്ടും. നീ ആദ്യമൊന്നും ഉണ്ടാക്കിയായിരുന്നല്ലോ? ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത്. പക്ഷെ ഇവള് ഒരു ദിവസം ഒന്നും ഉണ്ടാക്കിയായിരുന്നു. നല്ലായിരുന്നു. ഒഴിക്കുവാണേ. നമുക്കങ്ങ് മിക്സ് ആക്കണം. ഇളക്കി എന്നിട്ട് പതുക്കെ കുറുകി വരും പാല് ചേർത്ത്. പെട്ടെന്ന് കുറുകി. ഇനി ഫ്ലെയിം കൂട്ടാട്ടോ. ഫ്ലെയിം കുറച്ചേ ചേർന്നത് ചെയ്തു. തരുന്ന് കിടക്കണത് മാങ്ങയുടെ ശരിക്കും അടിച്ചപ്പോൾ ആ പൾപ്പിൽ കുറച്ചൊക്കെ ലയിക്കാതെ കിടക്കണതാട്ടോ. ഈ കട്ടി പോലെ ഇങ്ങനെ തരുന്ന് കിടക്കണത്. വേറെ അഴുക്കുകളോ മറ്റു മാലിന്യങ്ങളോ ഒന്നും അല്ല, മാങ്ങയുടെ പൾപ്പിലുള്ളതാണ്. ഇങ്ങനെ ഇളക്കി കാണിക്കാവേ. ഇതേ കറക്റ്റ് പരുവ. ഈ പരുവ മതി. പെട്ടെന്ന് ഓഫ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ചൂടുകൊണ്ട് വീട്ടിൽ കുറുകി പോകും. നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു പ്ലേറ്റിലേ ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം. എന്നിട്ട് അതിൻ്റെ അടിയിട്ട് വെച്ച തണുത്തോളും. അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ടെയ്നറിലെ ചൂടും സോസ്പാനിലെ ചൂടും കൊണ്ട് നീ പറഞ്ഞ പോലെ കട്ടയാവും പെട്ടെന്ന്. നമുക്ക് ഇങ്ങനെ കാണിക്കാം. അങ്ങനെ കാണിക്കുമ്പോൾ ക്യാമറ കിട്ടൂലേ. നോക്കിക്കോട്ടെ. അതെ കണ്ടാ ഒഴുകണം. ഇതാണ് അതിന്റെ പാകം. അതാ കോൺഫ്ലവർ കറക്റ്റ് ആയിരുന്നു. അതുകൊണ്ടാ നമുക്ക് തണുപ്പിക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം പാത്രത്തിൽ ഒഴിക്കാൻ പറ്റുള്ളൂ. ഞാനൊരു പ്ലേറ്റിൽ വെള്ളം വെക്കാം കേട്ടോ. നമ്മളിതേ ഒരു പ്ലേറ്റിൽ വെള്ളം വെച്ച് ഇതിലേക്ക് ഇറക്കി വെച്ച. അപ്പം എന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് തണുത്ത് വന്നോളൂ. ഇത് തണുത്ത് വരാൻ താമസം ഉണ്ടെങ്കിൽ വെള്ളം ചൂടായി കഴിയുമ്പോൾ ഇത് മാറ്റി വെച്ച് വീണ്ടും ഒന്നോടെ പച്ചവെള്ളം ഒഴിച്ച് വെക്കുക. അപ്പം ഈ വെള്ളം കുറച്ച് കഴിയുമ്പോൾ ചൂടായി വരും. ഇതിൻ്റെ ചൂട് അങ്ങനെ നമുക്ക് മാറ്റി പെട്ടെന്ന് സെറ്റാക്കാം. അല്ല, പെട്ടെന്ന് മാറ്റാം കേട്ടോ. തണുപ്പിക്കാം അല്ലേ? എന്നിട്ട് പിന്നെ നമുക്കൊരു
ഫ്രീസറിൽ ഒരു 3 മണിക്കൂർ മതിയായിരിക്കും. അന്ന് ഇന്നലെ വെച്ചപ്പോഴ പെട്ടെന്നായില്ലേ. അവിടെ ഇരിക്കട്ടെ. ചൂട് പാകമായി, അല്ല ചൂടൊക്കെ ആറി നമുക്ക് ബൗളിലേക്ക് പകർത്താം. ഇത് ഗ്രീസ്ഡ് ആണ് കേട്ടോ, ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്തിട്ടുള്ള ബൗളാണ്. ഇങ്ങനെ അങ്ങ് പകർത്താം അല്ലേ. സ്പൂണും കൊണ്ട് അല്ലാണ്ട് കോരാൻ പറ്റില്ല, അത് അക്രമത്തി അത് ശരിയാവില്ല. ഇച്ചിരി ഇങ്ങനെ കുറുകിയതുകൊണ്ടേ അതാ ഞാൻ ഇങ്ങനെ ഒഴിക്കണേ കേട്ടോ. നല്ല സ്മെല്ല് മാമ്പഴത്തിൻ്റെ അല്ലേ. അതാ മാങ്ങ നല്ല ഇനല്ലേ അത് കാരണം. ഇനി നമുക്കൊരു പണി ചെയ്യാം. അതിലത് മതിയെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ലെവൽ ചെയ്ത് നോക്കട്ടെ കേട്ടോ. ലെവൽ ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് വേണമെങ്കിൽ വേറൊരു കപ്പിലും കൂടെ വെക്കാം. ഇത് പോരെ ഇതില്ല, അതാ നല്ലത്. കൂടുതലായി അത് അല്ല, അത് ശരിയാക്കാം. അങ്ങനെ ശരിയാക്കി എടുക്കണത് ഇപ്പൊ തന്നെ കഴിക്കാൻ തോന്നും കണ്ടിട്ടല്ലേ. നാളെ ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് എടുക്കാം അല്ലേ. പോരെ, മതി. ഇനി നമുക്ക് ഒരു കപ്പിലും കൂടി എടുക്കാനുണ്ട്. ദേ ഒരു കൊച്ചു കപ്പെടുത്തോണ്ട് വരണം. കുഞ്ഞു ബൗളിലും കൂടി. ഇത് നമുക്ക് വേണമെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ഗ്ലാസ്സുകളിലായിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഗ്ലാസ്സോ ഡിസ്പോസിബിൾ ഗ്ലാസ് വേണമെങ്കിലും വെക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. അവരവർക്ക് എത്രത്തോളാണ് ആവശ്യം അതനുസരിച്ച് ഓരോരോ ബൗളുകളിലോ ഗ്ലാസ്സുകളിലോ ഒക്കെ നിർത്താം. അത്രയും ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഒന്നും പ്രത്യേകിച്ച് വേണ്ട. വലിയവരുടെ പ്രസൻസിൽ കുട്ടികൾക്ക് വരെ വേണമെങ്കിൽ ചെയ്യാം അല്ലേ. അതെ അതെ, ജസ്റ്റ് ആ കോൺഫ്ലോർ മാത്രം ഉണ്ടായാൽ മതി. പിന്നെ മാങ്ങ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ചെയ്യണ്ടല്ലോ. അതെ, പിന്നെ പാല്, അതെ പഞ്ചസാര. മാംഗോയുടെ ടേസ്റ്റ് ആണല്ലോ മുന്നിൽ നിൽക്കേണ്ടത് അല്ലേ. അപ്പോൾ വളരെ ഈസിയാണ്. ലോക്ക്ഡൗണിനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ പുറത്തുനിന്ന് ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസരത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. തീർച്ചയായിട്ടും ഇത് ചെയ്തെടുക്കാവുന്നത്. എടുത്തേച്ചത് ടാപ്പ് ചെയ്ത് വെക്കാം കേട്ടോ. ശരിയാക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലെ തട്ടിൽ വെക്കണം. അതെ, മൂടി വെക്കണം കേട്ടോ. എപ്പോഴും കവർ ചെയ്ത് വെക്കാൻ ഓർത്തോളണം. ലെവൽ ചെയ്ത് വെക്കണം, എപ്പോഴും ലെവൽ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ഷേപ്പ് ശരിയാവില്ല. മധുരമൊക്കെ പാകാം. കറക്റ്റാ. നീ ഉണ്ടാക്കിയപ്പോഴും കറക്റ്റായിരുന്നു. മധുരം അധികം ഇടണ്ട. ഒന്നാമത്തെ മധുരം കുറച്ചിടുക. പിന്നെ മാമ്പഴത്തിന് നല്ല മധുരം ഉണ്ടല്ലോ. പിന്നീട് നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം അല്ലേ. നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ച പുഡിങ് എത്ര മണിക്കൂർ ഇരുന്നു? നമ്മൾ ശരിക്കും 4 മണിക്കൂർ മതി. പക്ഷെ രാത്രി വെച്ചതുകൊണ്ട് ഇപ്പൊ രാവിലെ എടുത്തതെന്ന് മാത്രം. 4 മണിക്കൂറും കൊണ്ട് സെറ്റായി കിട്ടിക്കോളും. എന്നാന്ന് വെച്ചാൽ കോൺഫ്ലോർ ചേർക്കണമല്ലേ. അപ്പൊ ഇനി നമുക്കിത് ഇതിലേക്കൊന്ന് മറിക്കാം. ഇങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇങ്ങനെ വെച്ചാട്ടോ മറിക്കണത്. എങ്ങനെ അങ്ങ് വെക്കാം. ഇത് ഇങ്ങനെ കമട്ടാം. ഒന്ന് തട്ടിയാ മതി. അതേ പോകുന്നല്ലോ. പോകുന്നു. നമുക്ക് ഷേപ്പ് നോക്കാട്ടോ എങ്ങനെയാന്ന്. നല്ലതാന്ന് തോന്നുന്നു. പെർഫെക്റ്റ് ആയിട്ടുണ്ടല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ യമ്മി പുഡിങ്. കണ്ടോ, നല്ല ജെല്ലി പോലെ ഇരിക്കുന്നത്. കണ്ടോ, നല്ല രസം. ജെല്ലി പോലെ ഇരിക്കുന്നുണ്ടോ? നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ജസ്റ്റ് കാണിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഏറ്റവും മിനിമൽ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിനകത്ത്. ഒരു ബുദ്ധിമുട്ടുമില്ല. സോ ഈസി, സോ നൈസ് ആൻഡ് സോ ടേസ്റ്റിയാണ്. ടേസ്റ്റ് ചെയ്ത് കാണിക്കാവേ. അപ്പം ഞാൻ മാംഗോ പുഡിങ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ യമ്മി ആൻഡ് സോ ഡെലീഷ്യസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ആ ടെക്സ്ചർ കണ്ടപ്പോൾ തന്നെ അതിൻ്റെ ഒരു രുചി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ.
അല്ല സോ ഡെലീഷ്യസ് ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ആകെ 3 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. മാംഗോ, ഷുഗർ, കോൺഫ്ലോർ, ഇത്ര മാത്രമേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. വേറെ ജെലാറ്റിനോ ചൈന ഗ്രാസോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. നമുക്ക് ആ പുഡിങ്ങിൻ്റെ സെയിം ടെക്സ്ചറിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ നല്ല ഡെലീഷ്യസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ലോക്ക്ഡൗണിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു പുഡിങ് തന്നെയാണ്. കാരണം ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമുക്ക് വേറെ ഒന്നും പ്രോഡക്റ്റുകളൊന്നും അവൈലബിൾ അല്ലല്ലോ. അപ്പം പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കാനും പറ്റില്ല. മാംഗോ സീസൺ ആയതുകൊണ്ടാണ് നമ്മൾ മാംഗോ ഫ്രൂട്ട് പൾപ്പ് ചേർത്തിരിക്കുന്നത്. വേറെ ഫ്രൂട്ട് പൾപ്പൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ കോൺഫ്ലവർ മാത്രമേ ആകെ അഡീഷണൽ ആയിട്ട് പുറത്തുനിന്ന് ഉള്ളതുള്ളൂ. അപ്പോൾ അതൊക്കെ വീട്ടിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ്സ് സോ ഡെലീഷ്യസ്, സോ ഡെലീഷ്യസ്. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ കേട്ടോ.